ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ ആൻഡ് ഹെൽത്തി ഫാറ്റ് റെസിപ്പി. ഇത് കാണാൻ കേഡ് റൈസ് പോലെ ഇരിക്കും, പക്ഷേ ഇതിൽ റൈസ് ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഫുഡാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ് കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയ 1 ടീസ്പൂൺ ചിയാ സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിയാ സീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം 10-15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ 1 കപ്പ് തൈര് എടുക്കുക. ഈ തൈര് നന്നായി ബീറ്റ് ചെയ്യുക. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പിങ്ക് സാൾട്ട് ചേർക്കുക. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ ചേർക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ റോസ്റ്റഡ് ജീര പൗഡർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ചിയാ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിയാ സീഡ്സ് ഒക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ചിയാ സീഡ്സ് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് 1 ടീസ്പൂൺ പീനട്ട് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 1-2 സെക്കൻഡ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചിയാ കേടിലേക്ക് ഇട്ട് കൊടുക്കുക. ടോപ്പിംഗ്സായി ഞാൻ കുറച്ച് അനാർ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. ഒരു നേരം ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാനും കൂടിയ ഷുഗർ കുറയ്ക്കാനും കൂടിയ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സാധിക്കും. കൂടാതെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സൗന്ദര്യത്തിനും മുഖം തിളങ്ങാനുമൊക്കെ വളരെ നല്ലൊരു ഹെൽത്തി ഫുഡ് കൂടിയാണിത്. ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റോ റെസിപ്പീസോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്